വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂൻ ഓഫ് ത്രെഡ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ എംബ്രോയ്ഡറിയിലെ 2 ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അതായത് ഫാബ്രിക് പെയിൻറ്റിൻ്റെ മുന്നായിട്ട് എടുക്കേണ്ടതായിരുന്നു. പക്ഷേ എടുക്കാൻ നമുക്ക് ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്ലാറ്റ് സീക്വൻസ് വിത്ത് ചെയിൻ സ്റ്റിച്ചാണ്. ബൗൾ സീക്വൻസിൻ്റെ വർക്കായിരുന്നു ഇതൊന്നും നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എംബ്രോയ്ഡറിയിൽ. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്ലാറ്റ് സീക്വൻസ് വർക്കാണ്. ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് സീക്വൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ചെയിൻ സ്റ്റിച്ച് അതുപോലെ തന്നെ മാജിക് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ആ ഒരു 2 സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്ലാസ് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ക്ലാസ് കാണുക കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് നമ്മൾ ഇതിൽ സീക്വൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ വേറൊരു ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേസിക് എംബ്രോയ്ഡറി ക്ലാസ്സുകൾ റണ്ണിങ് സ്റ്റിച്ച് മുതൽ നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ക്ലാസ് ഫസ്റ്റ് മുതൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് സീക്വൻസ്. ഇതുപോലെ ഫ്ലാറ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള നീഡിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലാറ്റ് സീക്വൻസിൽ ഒരുപാട് കളേഴ്സ് അതുപോലെ ടൈപ്സ്, അതായത് വലുതും അതുപോലെ കുഞ്ഞതും ചെറുത്. ഇത് സെയിം സൈസാണ്, ഇത് കുഞ്ഞ് സൈസാണ് കേട്ടോ. ഈ ഒരു പിങ്ക് കളറ് അതുപോലെ ഇപ്പോൾ എടുക്കുന്ന ഒരു സ്കൈ ബ്ലൂ കളറൊക്കെ കുഞ്ഞ് സൈസാണ്. അപ്പോൾ സൈസിലും ഡിഫറൻസ് ഉണ്ട്, കളേഴ്സിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സീക്വൻസ് വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഡിസൈൻസും ചെയ്യാവുന്നതാണ്. ഇത് ഔട്ട്ലൈൻ സ്റ്റിച്ച് മാത്രമല്ല, ഫില്ലിങ്ങും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഫ്ലാറ്റ് സീക്വൻസ് വിത്ത് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഫില്ല് ചെയ്തിട്ടും ചെയ്യാം, ഔട്ട്ലൈൻ ആയിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഔട്ട്ലൈൻ വേറെ കളർ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ഫ്ലവേഴ്സൊക്കെ ആകുമ്പോൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ചെയ്യാം ഈ ഒരു ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമാണ് കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മളുടെ ആ ഒരു സ്റ്റിച്ച് ബോർഡിൽ ഈ ഒരു വർക്ക് ചെയ്യാം കേട്ടോ. എംബ്രോയ്ഡറിൻ്റെ നമ്മളെ സ്റ്റിച്ച് ബോർഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ബോർഡിൽ ഈ ഒരു വർക്ക് ചെയ്യുക. സ്റ്റിച്ച് ബോർഡിൽ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മോട്ടിഫിലോട്ട് ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റിച്ച് ബോർഡ് കാണിക്കുന്നില്ല, ഇതിൽ തന്നെ ജസ്റ്റ് എംബ്രോയ്ഡറി ഫ്രെയിമിൽ തന്നെയാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സെയിം നമ്മൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്യുന്നത് സെയിം ആ ഒരു രീതിയിൽ തന്നെയാണ്. ആദ്യം നമ്മൾ നീഡിൽ മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് ഒരു സീക്വൻസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം ചെയിൻ സ്റ്റിച്ച് ആ ഒരു സീക്വൻസിൻ്റെ ഉള്ളിലൂടെ വേണം ആ ഒരു അടുത്ത ചെയിൻ സ്റ്റിച്ച് എടുക്കാനുള്ള ആ ഒരു ഇത് കുത്തിയെടുക്കേണ്ടത് ആ ഒരു നീഡിലിൻ്റെ ഉള്ളിലോട്ട് വേണം. ശേഷം ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് എടുക്കുക. വീണ്ടും അടുത്ത ആ ഒരു ഇതിൽ മീൻസ് അടുത്ത സ്റ്റിച്ച് നമ്മൾ എടുത്തല്ലോ, ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റിച്ച് എടുത്തല്ലോ, ആ ഒരു സ്റ്റിച്ചിൽ വീണ്ടും നമ്മളുടെ സീക്വൻസ് കോർത്തെടുക്കുക. അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ അടിഭാഗത്ത് നിന്നും മുകൾ ഭാഗത്തോട്ട് നമ്മളുടെ ആ ഒരു ത്രെഡ് മുകളിലോട്ട് എടുത്തു. ത്രെഡ് മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് ഒരു സീക്വൻസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു സീക്വൻസിൻ്റെ ഉള്ളിലൂടെ തന്നെ അടുത്ത സ്റ്റിച്ച് എടുക്കുക. അതായത് ചെയിൻ സ്റ്റിച്ച് നമ്മൾ എങ്ങനെയാണോ പഠിച്ചത്, നമ്മൾ ആദ്യം മുകളിലോട്ട് കുത്തിയെടുത്തു. ശേഷം ആ ഒരു കുത്തിയ ഭാഗത്ത് നിന്ന് തന്നെ അതായത് ആ ഒരു ചെയിൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നീഡിലിൻ്റെ അടിഭാഗത്ത് കൂടെ ത്രെഡ് ചുറ്റി മുകളിലോട്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് നമ്മൾ ത്രെഡ് എടുക്കുന്ന സമയത്ത് തന്നെ സീക്വൻസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ തന്നെ അടുത്ത ഓരോരോ ചെയിന് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോർഷനിൽ നിങ്ങൾ ഓരോരോ സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സീക്വൻസ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ അടിഭാഗത്തോട്ട് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ അത് മുകൾ ഭാഗത്തോട്ടാണ് വന്നിട്ടോ. അപ്പോൾ അത് ഞാനത് ഇങ്ങനെ താഴോട്ടാക്കാൻ വിട്ടുപോയി. അപ്പോൾ മുകൾ ഭാഗത്തല്ല താഴ്ഭാഗത്താണ് വരേണ്ടത്. അപ്പോൾ
ഇതുപോലെ കുത്തിയെടുക്കുന്ന ഓരോ സ്റ്റിച്ചിലും നമ്മളുടെ സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനിൽ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണോ, ചെയിൻ സ്റ്റിച്ച് ഓൾറെഡി ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് സെയിം തന്നെയാണ് നമ്മൾ ഓരോരോ സ്റ്റിച്ച് ഈ ഒരു ക്ലോത്തിൽ കുത്തിയെടുക്കുന്ന സമയത്ത്, ചുറ്റുന്ന സമയത്തല്ല, കുത്തിയെടുക്കുന്ന സമയത്ത് ഓരോ സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ചെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സീക്വൻസിൻ്റെ ഉള്ളിലൂടെ തന്നെ അത് കുത്തിയെടുക്കുക. പിന്നെ ത്രെഡ് 2 ഇഴ അല്ലെങ്കിൽ 3 ഇഴ, എത്രയാണ് ത്രെഡ് യൂസ് ചെയ്യേണ്ടത്? 2 ഇഴ യൂസ് ചെയ്താൽ മതി. കാരണം സീക്വൻസിൻ്റെ ഹോള് ചെറുതായിരിക്കും. അപ്പോൾ ആ ഒരു ഹോളിലൂടെ നമ്മളുടെ ഈ ഒരു ത്രെഡ് ഒരു തവണ നമ്മൾ സീക്വൻസ് താഴോട്ട് ഇറക്കി വീണ്ടും ആ ഒരു സീക്വൻസിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് നമ്മൾ ചെയിൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് അത്രയും ആ ഒരു ഗ്യാപ്പ് നമ്മുടെ സീക്വൻസിൻ്റെ ഹോളിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ 2 ഇഴയൊക്കെ എടുത്താൽ കറക്റ്റ് ആയിരിക്കും. 2 ഇഴ വലിയ സീക്വൻസ് ആണെങ്കിൽ 3 ഇഴ അത്രയും എടുത്താൽ മതി, കൂടുതൽ എടുക്കരുത്. അപ്പോൾ 2 ഇഴയൊക്കെ എടുത്താൽ മതി. എംബ്രോയ്ഡറി ത്രെഡ് തന്നെ യൂസ് ചെയ്തോളൂ, മെഷീൻ ത്രെഡല്ല, എംബ്രോയ്ഡറി ത്രെഡ് തന്നെ യൂസ് ചെയ്തോളൂ. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതായത് ഏതൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം മെഷീൻ ത്രെഡല്ല, എംബ്രോയ്ഡറി ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സീക്വൻസ്, ചെയിൻ സ്റ്റിച്ച്, ഫ്ലാറ്റ് സീക്വൻസ് ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്യുന്നത്, ആദ്യം മുകളിലോട്ട് നമ്മൾ ത്രെഡ് സൂചി മുകളിലോട്ട് കുത്തിയെടുക്കുക, അതിലൊരു സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, ശേഷം അതിനെ റൗണ്ട് ചെയ്ത് വെക്കുക. ശേഷം ഈ സീക്വൻസിൻ്റെ ആ ഒരു ഹോളിലൂടെ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ചിന് എങ്ങനെയാണോ ഒരു നിശ്ചിത ഗ്യാപ്പിൽ നമ്മൾ എങ്ങനെയാണോ കുത്തിയെടുക്കുന്നത്, സൂചി കുത്തിയെടുത്ത ശേഷം ആ ഒരു ത്രെഡ് നമ്മൾ മാറ്റി വെച്ച ത്രെഡ് ആ സൂചിൻ്റെ താഴ്ഭാഗത്തൂടെ അടിവശത്തൂടെ ചുറ്റിയെടുത്ത് സൂചി മുകളിലോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആവും. ആ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആവാനായിട്ട് വീണ്ടും നമ്മൾ ആ കുത്തിയെടുത്ത ഭാഗത്ത് വീണ്ടും ഒരു സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, വീണ്ടും അതുപോലെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഓരോ ഓരോ ലൂപ്പിൻ്റെ ആ ഒരു കുത്തിയെടുക്കുന്ന ഭാഗത്ത്, അതായത് നീഡിൽ ത്രെഡ് മീൻസ് നമ്മളുടെ ക്ലോത്തിൽ കുത്തിയെടുക്കുന്ന ആ ഒരു ഭാഗത്ത് ഈ ഒരു സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നോക്കുമ്പോൾ, അതായത് ഈ ഒരു ക്ലാസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ക്ലാസ് വൃത്തിയായിട്ട് കാണുക, എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് വൃത്തിയായിട്ട് കാണുക. ഇപ്പം നമ്മൾ ആ സൂചിയുടെ അടിവശത്ത് കൂടെ ആ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തു, ആ സീക്വൻസ് അവിടെ വെച്ച് കൊടുത്തു. വീണ്ടും നമ്മൾ ആ സീക്വൻസിൻ്റെ ആ ഒരു ഹോളിലൂടെ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ആദ്യം ആദ്യം സൂചി കുത്തിയെടുത്ത ഭാഗത്ത് തന്നെ വീണ്ടും കുത്തി ഒരു ലൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യും. അത് സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പം ചെയിൻ സ്റ്റിച്ച് ആദ്യം പോയി കാണാം കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചെയിൻ സ്റ്റിച്ചിൻ്റെ ക്ലാസ് ആദ്യം പോയി കാണുക, ശേഷം ഈ ഒരു ക്ലാസ് കാണാം കേട്ടോ. ചെയിൻ സ്റ്റിച്ച് നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾ ഫസ്റ്റ് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്ലാസ് കണ്ടു വെച്ചാൽ മതി, ഇപ്പോൾ തന്നെ ചെയ്യണമെന്നില്ല, കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറിൻ്റെ ക്ലാസ് ഇപ്പോൾ ഇടാനുള്ള കാരണം ഓൾറെഡി നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് അറിയായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, എബ്രോഡായിരുന്നു ഒരു 1 മന്ത്. അപ്പം നമുക്ക് എംബ്രോയ്ഡറിൻ്റെ മെറ്റീരിയലൊക്കെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ മെറ്റീരിയലായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ് ആയിരുന്നു. ഒരു ബൗൾ സീക്വൻസ് എൻ്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ് ആയിരുന്നു, ഫാബ്രിക് പെയിൻറ്റിങ്ങും ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെയും ക്ലാസ് ആയിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാലൻസ് ഒരു 2 ക്ലാസ്, ഈ ഒരു ഫ്ലാറ്റ് സീക്വൻസിൻ്റെയും അതുപോലെ തന്നെ ആരി വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ചും അതിൻ്റെ ഈ ഒരു 2 ക്ലാസ് നമുക്ക് പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സ്റ്റിച്ചിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി നമ്മളുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. ബേസിക് അറ്റാച്ച്മെൻറ്റ്സ്, അതുപോലെ തന്നെ പ്ലീറ്റ്സ്, ടക്സ്, ഡാർട്ട്, സിപ്പ് അറ്റാച്ച്മെൻറ്റ്, അതുപോലെ തന്നെ നെക്ക് ഫിനിഷിങ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ കാണുക. എംബ്രോയ്ഡറിൻ്റെ ഫസ്റ്റ് മുതൽ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് മുതലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. ഇതിപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ള ഒരു 2 ക്ലാസ് അത് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കും.
അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്ലാറ്റ് സീക്വൻസ് വിത്ത് ചെയിൻ സ്റ്റിച്ച് ഇത്രയാണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ചെയിൻ സ്റ്റിച്ച് കണ്ടവർക്ക് ഇത് മനസ്സിലാവുമായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാലാണ് ഈ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം സീക്വൻസ് വർക്ക്, ബീഡ്സ് വർക്ക്, അതുപോലെ തന്നെ മിറർ വർക്ക്, ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ കൊണ്ട്, ബേസിക് ആയിട്ടുള്ള എംബ്രോയ്ഡറി ത്രെഡ് വെച്ച് ചെയ്യുന്ന സ്റ്റിച്ചുകൾ കൊണ്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ചിങ് ആണ് ഈ ബീഡ്സ് വർക്കിലും മിറർ വർക്കിലും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ എംബ്രോയ്ഡറി ഒരു സെഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോസ് പോയി കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്കതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ട് വരാം. 2 സ്റ്റിച്ച് നമ്മളുടെ ഈ ഒരു അതായത് 2 പ്രാവശ്യം നമ്മൾ ഈ ഒരു സീക്വൻസിൽ സ്റ്റിച്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീക്വൻസിൻ്റെ ഹോളിനനുസരിച്ച് വേണം നിങ്ങൾക്ക് ത്രെഡ് ചൂസ് ചെയ്യാനായിട്ട്. അതായത് സീക്വൻസിൻ്റെ ഹോളിനനുസരിച്ച് 2 ഇഴ നൂല് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. വലിയ ഹോളാണെങ്കിൽ 3 ഇഴ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നീഡിലും അതുപോലെ യൂസ് ചെയ്താൽ മതി. 4 സൈസ് നീഡിലാണ് നമ്മൾ സാധാരണ എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യാറ്. പക്ഷേ 4 സൈസ് നീഡിൽ നമ്മളുടെ ഈ ഒരു സീക്വൻസ് വർക്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ നീഡിൽ യൂസ് ചെയ്യുക കേട്ടോ. ആ സീക്വൻസിൻ്റെ ഹോൾ അനുസരിച്ച് നീഡിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ നോർമലായിട്ടുള്ള എംബ്രോയ്ഡറി നീഡിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ നമ്മളുടെ ഡിസൈനിലോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുഞ്ഞു നീഡിലാണ് എടുത്തിരിക്കുന്നത്. നീഡിലിൻ്റെ ആ ഒരു സെറ്റിൽ ആ ഒരു നീഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതെടുക്കുക. അതുപോലെ തന്നെ സീക്വൻസിൻ്റെ കളർ ഏതാണോ സെയിം കളർ തന്നെ ആയിരിക്കണം നമ്മൾ ത്രെഡും യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. സീക്വൻസിന് ഏതാണോ കളറ് സെയിം കളർ ത്രെഡ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്ലാറ്റ് സീക്വൻസ് വിത്ത് ചെയിൻ സ്റ്റിച്ച് നമ്മളുടെ സ്റ്റിച്ച് ബോർഡല്ല, ഞാൻ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ മോട്ടിഫിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്റ്റിച്ച് ബോർഡിൽ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡിസൈനിലോട്ട് കടക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് എൻഡ് ചെയ്യുക എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. എൻഡിനോട്ട് എങ്ങനെ ഇടാമെന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഒരു സീക്വൻസ് അവസാനം ഇട്ടു, ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു ലൂപ്പ് എടുക്കുക. ഇനി സീക്വൻസ് ഇടരുത്, നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ലൂപ്പ് എടുത്തു, ചെയിൻ സ്റ്റിച്ച് എടുത്തു, ശേഷം അവിടെ അത് കംപ്ലീറ്റ് ചെയ്യുക. താഴോട്ട് കുത്തിയെടുത്തതിന് ശേഷം അവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് കെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റ് സീക്വൻസ് വിത്ത് ചെയിൻ സ്റ്റിച്ചിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അതാ അവിടെ തന്നെ നമ്മൾ താഴോട്ട് എടുത്തു. താഴോട്ട് ഇതുപോലെ ആയിരിക്കും നമ്മളുടെ ബാക്ക് സൈഡ്, ഇതുപോലെ ആയിരിക്കും നമ്മളുടെ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് പോലെ ഉണ്ടാവും കേട്ടോ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ എൻഡ് നോട്ട് ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിക്കാനുള്ളത്. ചെയിൻ സ്റ്റിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മുതലുള്ള ക്ലാസ്സുകൾ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഫ്ലാറ്റ് സീക്വൻസ് വിത്ത് ചെയിൻ സ്റ്റിച്ചിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇനി ഡിസൈനിലോട്ട് കടക്കാം. ഡിസൈൻ ഞാൻ ചെറിയ സീക്വൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെറിയ നീഡിലാണ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സീക്വൻസിൻ്റെ കളർ തന്നെ ത്രെഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് എന്തായാലും കളർ വ്യത്യാസം വരരുത്. സീക്വൻസിൻ്റെ സെയിം കളർ തന്നെ ആയിരിക്കണം ത്രെഡ്, അല്ലാന്നുണ്ടെങ്കിൽ അത് ബോറായിരിക്കും. പിന്നെ ഈ ഒരു ഫ്ലാറ്റ് സീക്വൻസ് വിത്ത് ചെയിൻ സ്റ്റിച്ച് ഔട്ട്ലൈൻ സ്റ്റിച്ച് മാത്രമല്ല, ഫില്ലിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫില്ലിംഗ് സ്റ്റിച്ച് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫില്ലായിട്ടും ചെയ്യാം, ഔട്ട്ലൈനായിട്ടും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നീഡിൽ ചെറിയ നീഡിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നീഡിലിൻ്റെ ആ ഒരു സെറ്റിൽ നിങ്ങൾക്ക് ചെറിയ നീഡിൽ കിട്ടും. അതല്ല നിങ്ങളൊരു നീഡിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സീക്വൻസ് ഇതാക്കേണ്ടി വരും. അപ്പോൾ ഒരു സെറ്റ് വാങ്ങി വയ്ക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പെട്ടെന്ന് സീക്വൻസ് എടുക്കാനുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫ്രെയിമിൽ തന്നെ കുറച്ച് സീക്വൻസ് ഇട്ട് വയ്ക്കുക. അതായത് ഞാൻ ഈ ഒരു ഇതിൽ കാണുന്ന പോലെ ഫ്രെയിമിൽ തന്നെ ഇട്ട് വയ്ക്കുക. അപ്പോൾ അനിയത്തിയുടെ കുട്ടിയുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സീക്വൻസൊക്കെ എടുത്ത് വെച്ച് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുത്തി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ബോക്സിലോ അങ്ങനെ ആക്കി വെച്ചാൽ നമുക്കത് പെട്ടെന്ന് നമ്മളുടെ ബീഡ്സ് പോലെ അല്ലല്ലോ, ഫ്ലാറ്റായി കിടക്കുന്നതല്ലേ. അപ്പോൾ അതിന് നമുക്ക് കുത്തിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഫ്രെയിമിൽ നമ്മുടെ ക്ലോത്തിൽ തന്നെ ആകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നീഡിൽ കുത്തി എടുക്കാനായിട്ടും എളുപ്പമാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്.
മീൻസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ഇത് ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ടൈം ആവും എന്തായാലും. നമ്മൾ ഓരോരോ സീക്വൻസ് കൊടുത്ത് കറക്റ്റായിട്ട് ചെയ്യുമ്പോഴേക്കും ടൈം ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാം. നമ്മൾ ഈ ഒരു വർക്കിൽ ഓരോരോ പോർഷനും ഓരോരോ, അതായത് ഇപ്പോൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് അത് എൻഡിനോട്ട് ഇട്ട് കൊടുത്ത് അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകരുത്. ഒരു ഡിസൈൻ ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ഒരു ഇതള് അത് ഫില്ല് ചെയ്തതിന് ശേഷം അടുത്ത ഇതൾ ഫില്ല് ചെയ്യുക. അതാണ് ഇതിനൊരു പെർഫെക്ഷൻ വരിക. കാരണം നമ്മൾ ഒരേ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിലൊരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഒരു ഇതൾ കംപ്ലീറ്റ് ചെയ്ത് അത് എൻഡിനോട്ട് ഇട്ട് കൊടുത്ത് അടുത്ത ഇതൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫെക്ഷൻ കിട്ടാനായിട്ട് സാധിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ ഡ്രസ്സിലൊക്കെ അടിപൊളിയായിട്ട്, കുട്ടികളുടെ ഡ്രസ്സിലാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിലാണെങ്കിലും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയെന്നാണ് ഈ ഫ്ലാറ്റ് സീക്വൻസിൻ്റെ വർക്ക് കേട്ടോ. അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ടാകും. നമുക്ക് ബീഡ്സും ഈ ഒരു സീക്വൻസും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുക ഒത്തിരി ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഡിസൈൻ വരയ്ക്കാൻ അറിയാത്തവർക്ക് അതിനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ വരയ്ക്കാൻ അറിയില്ല എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഇത് ചെയ്യാതിരിക്കരുത്. അതിനുള്ള മെത്തേഡ് ഞാൻ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഡിസൈൻസ് സിമ്പിളായിട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾ സീക്വൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് സീക്വൻസിൻ്റെ സെയിം കളർ തന്നെ ത്രെഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നീഡിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ സീക്വൻസിൻ്റെ ഹോൾ നോക്കിയിട്ട് ചേഞ്ചസ് വരുത്തുക. അതുപോലെ തന്നെ നമ്മളുടെ ത്രെഡ് 2 ഇഴ അല്ലെങ്കിൽ 3 ഇഴ, 2 ഇഴ മാക്സിമം 2 ഇഴ എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സീക്വൻസിൻ്റെ ഹോൾ ചെറുതായിരിക്കും. ഇപ്പോൾ നീഡിൽ നമുക്ക് 2 തവണ അതിൽ കുത്തിയെടുക്കുന്നതുകൊണ്ട് നീഡിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാവും. അത്രയൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ചെയിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സീക്വൻസ് നമ്മുടെ മോട്ടീഫിൽ തന്നെ ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുത്തി എടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താഴെ വെച്ചിട്ടാണെങ്കിൽ ചെയ്യാം. അതായത് ഇതുപോലെ കുത്തിയെടുക്കുകയാണെങ്കിൽ താഴെ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. 2 കൈ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അപ്പം ഞാനിത് താഴെ നിലത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. 2 കൈ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ നമുക്ക് 2 കൈ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ സീക്വൻസ് നമ്മൾ മോട്ടിഫിൽ തന്നെ ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നും സൂചിയിൽ കുത്തിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് കോർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ഫ്ലാറ്റ് സീക്വൻസ് വർക്ക് വിത്ത് ചെയിൻ സ്റ്റിച്ചിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല ഡിസൈൻ തന്നെ സെലക്ട് ചെയ്ത് ചെയ്യണം കേട്ടോ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു വോയിസിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റിങ്ങിൽ വന്നതാണ്. ഞാൻ ശ്രദ്ധിക്കാതെ ക്ലാസ് ഇട്ടുപോയി, പെട്ടെന്ന് ഇട്ടതാണ്. പിന്നെ ഒന്നാമത് എനിക്ക് ഇപ്പോഴും ശരിയായിട്ടില്ല, ചുമയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. വോയിസ് ഒന്നും കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അത്ര ദിവസം ക്ലാസ് ഇടാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ ഇതളും ഓരോ സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ വരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത്. ഓരോ ഇതളും കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ഇതൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 വോയിസ് കൂടി മിക്സ് ആയതാണ്. അത് ഇടയിൽ വീഡിയോൻ്റെ സെൻറ്റർ പോർഷനിലാണ് തോന്നുന്നു ആ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ വീണ്ടും ഞാനത് റീപോസ്റ്റ് ചെയ്യട്ടെ നോക്കാം. കാരണം എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കയറി ഒന്ന് മെസ്സേജ് ഇടുക. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, എല്ലാവർക്കും ഏകദേശം മനസ്സിലായി എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും റീപോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പം എന്തേലും നിങ്ങൾക്ക് മനസ്സിലാവുക ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പം പിന്നെ എനിക്ക് കോൾഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് സൗണ്ടും കാര്യങ്ങളൊന്നും ക്ലിയർ ആവാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം ക്ലാസ് ഇടാതിരുന്നത്. വേറൊന്നുമല്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുകയുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അതിന് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്ക്സ് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനും എന്തെങ്കിലും തിരുത്തലോ കാര്യങ്ങളോ കറക്ഷനോ ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അത് പറഞ്ഞു തരും കേട്ടോ, പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു
ഡിസൈൻ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഓരോ ഇതളും സെപ്പറേറ്റ് ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് ഈ ഒരു സീക്വൻസ് വർക്ക് എന്ന് പറയുന്നത്. ബൗൾ സീക്വൻസും അതുപോലെ തന്നെ ഫ്ലാറ്റ് സീക്വൻസും. ബൗൾ സീക്വൻസിനെക്കാളും കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റിയത് ഫ്ലാറ്റ് സീക്വൻസ് ആണ്. അപ്പോൾ ഒരുപാട് കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കളറ് ചൂസ് ചെയ്യുമ്പോൾ ത്രെഡും അതുപോലെ ചൂസ് ചെയ്യാൻ മറക്കരുത്. ത്രെഡും സെയിം ത്രെഡ് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതപ്പോൾ ചെയ്യുന്ന പോലെ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ മോട്ടിഫിൽ തന്നെ ഈ ഒരു സീക്വൻസ് കുത്തി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ആ ഒരു എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രം ആ ഒരു സീക്വൻസ് മാറ്റിയാൽ മതി. അപ്പോൾ മോട്ടിഫിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അതൊന്ന് കുത്തിയെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഈസി മെത്തേഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളുടെ ഫ്ലാറ്റ് സീക്വൻസ് വർക്ക് വിത്ത് ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടുന്ന ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല ഡിസൈൻ സെലക്ട് ചെയ്ത് പിൻട്രസ്റ്റിൽ കയറി നല്ല ഡിസൈൻ സെലക്ട് ചെയ്ത് വരയ്ക്കാൻ അറിയാത്തവർക്കുള്ള മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ എല്ലാവരും നല്ല ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല, എനിക്ക് അത്രേ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ നല്ല ഡിസൈൻ സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.